യാതൊന്നു കണ്ടതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതു നാരായണ ശ്രുതികൾ. ഒരാൾ വന്ന് ചീത്ത പറയുകയാണ്. ധീരമായി വിചാരിക്കുക, എന്തോ അയാൾ ഭഗവൻ നാമം ഉച്ചരിക്കുന്നു, എത്ര രസമായിരിക്കുന്നു. അപ്പോൾ സാർ അയാൾ 2 അടി തരാൻ, ഇങ്ങോട്ടൊന്ന് അടിച്ചാലോ? അടിച്ചാൽ നാടകം. പറ്റുമെങ്കിൽ ചെറുക്കൂ, പറ്റില്ലെങ്കിൽ ഓടി രക്ഷപ്പെടൂ, കൃഷ്ണനെ പോലെ. കഴിവില്ലാതെ അയാളോട് എതിർക്കാൻ പോയാലോ അടികൊണ്ട് താഴെ വീണ് പെടയും. ഓടി രക്ഷപ്പെടണം. കൃഷ്ണൻ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ജരാസന്ധനോടിൻ്റെ മുമ്പിൽ നിന്ന് എത്ര പ്രാവശ്യമാണ് ആൾ ഓടി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതൊന്നും ഇവിടെ പ്രശ്നമല്ല, അതെല്ലാം നാടകം. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മത്തിനൊന്നും ഒരു കുഴപ്പവും വരില്ല. തീരെ വ്യവഹാരത്തിൽ എതിരായി പ്രവർത്തിക്കുന്നവരെ നേരിടാൻ കഴിയുമെങ്കിൽ നേരിടൂ, അർജുനനെ പോലെ. കഴിവില്ലെങ്കിൽ നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അല്ലാതെ വേറെ ഇവിടെ എന്ത് ചെയ്യാൻ? അഭിമാനമൊന്നും ഇടയ്ക്ക് നിൽക്കണ്ട. ചിലർ അഭിമാനം കൊണ്ടാണ് എതിർക്കാൻ പോകുന്നത്. സ്വല്പം കഴിയുമ്പോൾ ആളും കാണില്ല, അഭിമാനം കാണില്ല. നിർവികൽപ്പം പരം നിർവികാരം ഘനം, സർവൈക കാരണം സർവജഗന്മയം, സർവൈക സഖിടം സർവജ്ഞമീശ്വരൻ, സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. ലക്ഷ്മണ, എപ്പോഴും ഒരു നിമിഷം പോലും മറക്കരുത്. രാമനത് മറന്നില്ല. അതാണിവിടെ ഇത്രയും പറയാൻ ഇടയായത്. സാരജ്ഞനായ നീകൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. അങ്ങനെയാണെങ്കിൽ ജ്യേഷ്ഠ, അങ്ങെന്തിനാണ് ഈ രാജ്യം ഉപേക്ഷിച്ചിപ്പോ കാട്ടിൽ പോകാനൊക്കെ വരുമ്പോഴുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അങ്ങേക്ക് കാട്ടിൽ പോകാതെ കഴിഞ്ഞുകൂടെ? ഈ വ്യാവഹാരിക തലത്തിൽ ചിലതൊക്കെ ചെയ്യാൻ നേരത്തെ സങ്കല്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വന്ന് ജനിക്കുന്നത് തന്നെ, ഇല്ലെങ്കിൽ ജനിക്കില്ല. മരണവേളയിൽ ഒട്ടേറെ ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു. മരണജനനമൊക്കെ സങ്കല്പഭ്രമമാണ്. പക്ഷേ മരണമെന്ന ഭ്രമം അനുഭവിക്കുമ്പോൾ സങ്കല്പം തീർന്നിട്ടില്ലെങ്കിലോ ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും ജനനഭ്രമം. ഇതാണ് നിയമം. ഇപ്പോഴേ ആലോചിച്ചു നോക്കുക, മരിക്കാൻ സമയത്ത് വല്ല സങ്കല്പവുമുണ്ടോ? സങ്കല്പമുണ്ടെങ്കിൽ ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും ജനനഭ്രമം. പ്രാരബ്ധം നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ്. ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെയും വിഷ്ണു ഭൂമിയും ദേവന്മാരും ഒക്കെ കൂടെ അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ പ്രയാസമുണ്ടോ? ശരി, ഞാൻ ദശരഥന്റെ മകനായി ജനിക്കാം, തീരുമാനിച്ചു. പ്രാരബ്ധം. എന്റെ മായ സീതയായി ജനിക്കും. അതാണ് ഈ പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇതിൽ ഒഴിഞ്ഞു മാറാൻ ശ്രീരാമന് പറ്റില്ല. നേരത്തെ അദ്ദേഹം തന്നെ തീരുമാനിച്ചതല്ല, ഇവിടെ വേറെ ആരും തീരുമാനിച്ചല്ല. മായ സീതയായി ജനിക്കും. എന്നെ സഹായിക്കാൻ ദേവന്മാരൊക്കെ വാനരന്മാരായി ജനിക്കണം. എന്റെ കിടക്കയായിട്ടുള്ള അനന്തൻ ലക്ഷ്മണനായി ജനിക്കും. ശംഖചക്രങ്ങൾ ഭരതകുമാരനൊക്കെ ആയി. അങ്ങനെ എല്ലാവരും ഏതാണ്ട് തീരുമാനിച്ചു വന്നവരാണ്. അപ്പൊ ഇനി അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? കാട്ടിൽ പോയാലേ രാവണനെ കൊല്ലാൻ പറ്റൂ. സീതയെ കൂടെ കൊണ്ടുപോയാലേ രാവണനെ കൊല്ലാൻ പറ്റൂ. ലക്ഷ്മണൻ കൂടിയേ തീരൂ. എപ്പോഴും തൻ്റെ ശേഷനാണ് ലക്ഷ്മണൻ. സർവൈക സാരജ്ഞനായ നീ ലക്ഷ്മണ, നിനക്ക് കുറച്ച് കാര്യമൊക്കെ അറിയാവുന്നവനല്ലേ? മനസ്സിലാക്ക്. സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. നമ്മൾ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് അവരാണ് എനിക്ക് കാരണം. ഇതാ ഈ ലക്ഷ്മണൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിയ തത്വജ്ഞാനിയെപ്പോലെ ഗുഹനെ ഉപദേശിക്കുന്നുണ്ട്. അല്ലയോ ഗുഹ, ഇവിടെ കസ്യ കോഹേ തുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസഖേ. ആരുടെയും സുഖത്തിനോ ദുഃഖത്തിനോ മറ്റാരും കാരണക്കാരല്ല. അവരവർ ചെയ്തത്, അവരവർ സങ്കല്പിച്ചത് അവരവരനുഭവിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ സങ്കല്പത്തെക്കുറിച്ച്
നമുക്കിപ്പോൾ വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കാം, അത് വേണമെന്നില്ല. പക്ഷെ അനുഭവിക്കുന്നതൊക്കെ ആ നേരത്തെ തീരുമാനിച്ച അവനവൻ തീരുമാനിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ദേഷ്യപ്പെടുത്തിയിട്ടോ കാര്യമില്ല. ലക്ഷ്മണന് ഇതൊക്കെ പെട്ടെന്ന് പിടികിട്ടി. അതുകൊണ്ടാണല്ലോ ഗുഹനെ പിന്നീട് ഉപദേശിക്കാൻ തീരുമാനിച്ചത്. സാരജ്ഞനായ നീകൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. നമ്മുടെയൊക്കെ സ്ഥിതിയാണ് വയസ്സുകാലത്ത്. എന്നാൽ ഇപ്പോഴെങ്കിലും ഈ സങ്കല്പങ്ങളെയൊക്കെ ഒന്ന് കുറച്ച് സർവം ബ്രഹ്മമയം എന്ന അനുഭവത്തിൽ എത്താൻ ശ്രമമുണ്ടോ? അതുമില്ല. കിടപ്പിലായി പ്രാരബ്ധമാണ് അനുഭവിക്കുന്നത്. മറ്റുള്ളവരോടൊക്കെ ദേഷ്യം, അടുത്ത് ശുശ്രൂഷിക്കാൻ നിൽക്കുന്നവരോട് പോലും കടുത്ത ദേഷ്യം. എന്നോട് പലരും വന്ന് പറയുന്നുണ്ട്, പൂർണ്ണമായ അർപ്പണബുദ്ധിയോടുകൂടി ശുശ്രൂഷിക്കുകയാണ്, പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരോട് ദേഷ്യം. എന്താ? ഈ പ്രാരബ്ധവുമായിട്ട് വന്നിരിക്കുകയാണ്. അതിനെ കുറയ്ക്കാൻ ഇപ്പം പോലും ശ്രമം നടന്നില്ല. ആ പ്രാരബ്ധമൊക്കെ അനുഭവിച്ച് കൂടുതൽ വാസന സഞ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനമായപ്പോൾ ആകെ നിരാശ, എല്ലാവരോടും ദേഷ്യം, തന്നോട് പോലും ദേഷ്യം ആണ് ക്രോധം. തന്നോട് പോലും ദേഷ്യം, കഷ്ടം. ഇതെത്ര കണ്ടാൽ പോലും മനുഷ്യന് മനസ്സിലാകുന്നില്ലല്ലോ. അല്ല സാർ, അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ എന്ത് വേണമെന്നാണ് സാറ് പറയുന്നത്? ഈ ആത്മതത്വം, ഈ ജഗത്തിൻ്റെ മിഥ്യാത്വം നല്ല കാലത്ത് ചിന്തിച്ചുറപ്പിക്കൂ. ഞാൻ അങ്ങനെ ദുഃഖാർത്ഥനാവുകയില്ല. എന്ത് സംഭവിച്ചാലും ശരീരത്തിനൊക്കെ പലതും സംഭവിക്കട്ടെ. അതിപ്പോഴേ നല്ല കാലത്ത് തന്നെ അതൊക്കെ ഒന്ന് ഉറപ്പിച്ചു വയ്ക്കൂ. സാരജ്ഞനായ നീകൾ സുഖദുഃഖദം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം ലക്ഷ്മണ. അതുകൊണ്ടാണ് എനിക്ക് തന്നെ വന്നു ചേർന്ന ഒരു പ്രാരബ്ധമാണ്. ഞാനത് കാട്ടിൽ പോകാൻ തീരുമാനിച്ചു. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമ്മായം ആചരിച്ചിടുന്നേവരു പ്രാരബ്ധഗതി അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണോ ചെയ്തേ പറ്റൂ. എന്തെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണോ അനുഭവിച്ചേ പറ്റൂ. ശരീരങ്ങൾക്ക് ആരായാലും, ഏത് ജീവൻ മുക്തനായാലും. എന്താ, മഹാജ്ഞാനികൾ അവർ പോലും കഠിനമായ രോഗവും മറ്റും വന്നിട്ടല്ലേ പലപ്പോഴും ശരീരം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. അവർക്കതെന്ത് പ്രാരബ്ധമാണ് സാർ? അതൊന്നും ഇപ്പം നമ്മോട് ചോദിച്ചിട്ട് കാര്യമില്ല. പ്രാരബ്ധമാണ്, അതവരനുഭവിച്ചേ പറ്റൂ. പക്ഷേ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ജീവിതത്തിലെങ്കിലും കർമ്മങ്ങൾ, സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ. ഇതാണ് കൃഷ്ണൻ തൻ്റെ ഗീതയിൽ ആദ്യാവസാനം പറഞ്ഞു. കർമ്മം ചെയ്തേ പറ്റൂ. ഈ ജന്മത്തിലെങ്കിലും പ്രാരബ്ധം ഒഴിവാക്കാൻ ഞാൻ ചെയ്യുന്നു. എൻ്റെ പണം, എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കൾ, ഇതൊക്കെ അങ്ങ് കളയൂ. അതൊക്കെ എങ്ങനെ കളയാൻ പറ്റും? സർവം ഈശ്വരമെന്നുറപ്പിക്കൂ. അതാണ് കർമ്മമെല്ലാം ഈശ്വര പൂജ. കാണുന്നതൊക്കെ ഈശ്വരമയം. അങ്ങനെ വരുമ്പോൾ ഈ ഞാൻ പെട്ടെന്ന് നമ്മുടെ എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് എന്താ? ഭഗവാനെ, എനിക്ക് ഞാൻ കയറി കടുക്കരുതേ, ഞാനായി എന്തു വേണോ ചെയ്യാം. ആനന്ദചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി. അവിടെ തന്നെ നോക്കുക. എഴുത്തച്ഛൻ്റെ സർവം ബ്രഹ്മമയം എന്ന ഉറപ്പ്. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ പരത നാരായണനായ നമ്മ. ഈ അഹം പോണം. ഇതൊരു വേഷം, നാടകം. ഞാനില്ല, ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഫലമൊന്നും ആവശ്യവുമില്ല. പിന്നെ ഞാനെന്താ? ഞാൻ ഉൾപ്പെടെ എല്ലാം ജഗദീശ്വരൻ. എന്തൊക്കെയോ ചില മായാപ്രകടനങ്ങൾ നടക്കുന്നു. എനിക്കൊന്നും ആവശ്യവുമില്ല.
ഒന്നിലും എൻ്റെ മനസ്സ് സംഘബദ്ധമല്ല. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, ഗീത തസ്മാ അസംഗ സതതം കാര്യം കർമ്മ സമാചര. അർജുന, യാതൊരു സംഘവും കൂടാതെ നിന്റെ യുദ്ധം ചെയ്. അസംഗ സതതം കാര്യം കർമ്മ സമാചര. അസംഗോഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷം. ഈ ഫലസംഗം കൂടാതെ കർമ്മം ചെയ്യണം എന്ന് കൃഷ്ണൻ എന്തിനു പറയുന്നു? ഫലസംഗം ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഭൗതിക ഫലമൊക്കെ അനുഭവിക്കാം, ഒരു കുഴപ്പമില്ല, അപ്പോഴും സംഘമില്ല. പക്ഷേ മോക്ഷം, പരമമായ ദുഃഖമോചനം, ആപ്നോതി പരം, പരമപുരുഷനെ ബ്രഹ്മത്തെ പ്രാപിക്കാൻ നിശ്ചയമായും സാധിക്കും. അസംഗോ ഹ്യാചരൻ കർമ്മ പരം ആപ്നോതി പുരുഷം. അസംഗനായി കർമ്മം ഇപ്പോഴേ ശ്രമിച്ചു നോക്കുക, മനസ്സിനെ സംഘബദ്ധമാക്കാതെ. സംഘം വരുമ്പോഴൊക്കെ, സാർ എങ്ങനെയാണ് ഇത് സംഘം വരുമ്പോഴൊക്കെ ഭഗവാൻ നാരായണൻ യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ. അങ്ങനെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. അതായത് നമ്മളിതൊന്നും പറയാറില്ലേ, കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ രൂപം കരോമി യജ്ഞം സകലം പരസ്മൈ നാരായണൻ. അതാണ് പരമാത്മാവ്. പരസ്മൈ നാരായണേതി സമർപ്പയാമി എന്നും നമ്മൾ പ്രാർത്ഥനയുടെ ഉള്ളിൽ ഇത് ചൊല്ലും. പക്ഷേ അവിടുന്ന് ഇറങ്ങുമ്പോൾ സമർപ്പണമൊക്കെ പോവാതെ ബുദ്ധിമുട്ടും. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങൾ ഒന്നുമേ പറ്റുകയില്ല കേൾ. ലക്ഷണ, ആത്മാവിനോട് ഒരു കർമ്മവും പറ്റില്ല. ആത്മാവ് നിത്യമുക്തം. അതാണ് ഈ പ്രപഞ്ചരൂപത്തിൽ കാണുന്ന കർമ്മമൊന്നും അവിടെ ഇല്ലേ ഇല്ല. പിന്നെ മരുഭൂമിയിലെ വെള്ളം, മരുഭൂമിയിൽ കാണുന്ന വെള്ളം ഒരു മണൽത്തരിയെ പോലും നനയ്ക്കുന്നില്ല. മരുഭൂമിയിൽ കർമ്മവും ബ്രഹ്മവും, കർമ്മം ജഡം, ബ്രഹ്മം ബോധം, പരസ്പര വിരുദ്ധം. കർമ്മം ഒരു തരത്തിലും ബ്രഹ്മത്തെ സ്പർശിക്കുന്നില്ല. അത് ആ ആനന്ദം, നമ്മൾ ശുദ്ധമായ ആനന്ദം അനുഭവിച്ച് ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ കർമ്മം വല്ലതും സ്പർശിക്കുന്നുണ്ടോ? എന്തിന് നല്ലൊരു പാട്ട് കേട്ട് ആനന്ദത്തിൽ രമിച്ചിരിക്കുമ്പോൾ വല്ല കർമ്മവും ആ ആനന്ദാനുഭവത്തെ ബാധിക്കുന്നുണ്ടോ? അത് ആ ഏകാഗ്രതയൊക്കെ പോയി വീണ്ടും മോഹബദ്ധനാവുമ്പോൾ സംഘം, പാപം, പുണ്യം, ബുദ്ധിമുട്ട്. കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. ഗീത പറയുന്ന ആ ബ്രഹ്മയജ്ഞം, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, അത് ഉണ്ടാനിരിക്കുമ്പോൾ മാത്രം ജപിച്ചാൽ പോരാ, എപ്പോഴും ജപിക്കുക. ബ്രഹ്മാർപ്പണം, ബ്രഹ്മം ഉള്ളിൽ, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. എന്താ വേണ്ടത്? കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ഒരു ബ്രഹ്മപൂജ ചെയ്യുന്നു എന്ന് ഓർമ്മിച്ചാൽ മതി. ബ്രഹ്മകർമ്മ സമാധി. സകല കർമ്മങ്ങളും ബ്രഹ്മയജ്ഞമായി മാറും. ജീവിതം തന്നെ ഒരു ബ്രഹ്മയജ്ഞം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങൾ ഒന്നുമേ പറ്റുകയില്ലെന്നാൽ, അതുകൊണ്ട് ലക്ഷ്മണ, ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ച്, ഞാനിപ്പോൾ അച്ഛനെ കൊന്നുകളയും, അല്ലെങ്കിൽ ജയിലിലടയ്ക്കും. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, സമാധാനമായിട്ടിരിക്കെ. മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നാശു കളക നീ. മാനമല്ലോ പരം ആപദാം ആസ്പദം. ദുരഭിമാനം,
മാത്രമാണ് സകല ആപത്തുകൾക്കും കാരണം. ഞാൻ കേവൻ, അവൻ പറഞ്ഞത് കേൾക്കാൻ ഞാൻ ആരാണ്, എൻ്റെ വാക്കനുസരിച്ചോളണം. അങ്ങനെ ഒന്നുമില്ല ഇവിടെ, അങ്ങനെ ഒന്നുമില്ല. സർവം ഈശ്വരമായ എന്നുറപ്പിച്ച് മനസ്സിനെ പൂർണ്ണമായും ഭഗവാൻകൾ അർപ്പിക്കൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഭഗവാൻ വ്യക്തമായി നമുക്ക് കാട്ടിത്തരും. നമ്മുടെ രാമായണ പ്രവചനം ഇനി നാളെയും മറ്റന്നാളും കൂടെയുള്ളൂ. എല്ലാ തരത്തിലും നമ്മെ ഈ സംസാര ഗർത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ രാമൻ പരമാവധി സഹായിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.